ശരിക്കും പടി കയറി വരണം. ഇത് മതിയോ? ഇതിനേക്കാൾ ചെറുത് വേണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലങ്ങളൊന്ന് സന്ദർശിക്കാൻ പോയിട്ടോ. കുറേ നാളായിട്ട് കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ തൃശ്ശൂരുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ കറങ്ങി ഇപ്പോൾ എത്തിയുള്ളൂ. വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. പോണ സമയത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പതിവിലും നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പിള്ളേരെന്നെ ഉണർത്തി അവരെന്നൊക്കെ റെഡിയാക്കി കറക്റ്റ് 6 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മയും നാത്തൂനും മോനും റെഡിയായി നിൽക്കുന്നുണ്ട്. അവരേനെയും കൂടി വീട്ടിൽ പോയി എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഞാനും ചേട്ടനും പിള്ളേരും പിന്നെ ഇവിടുത്തെ നാത്തൂനാണ് ഇട്ടുള്ളത്. അപ്പോൾ അവരേനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ 1-2 അമ്പലങ്ങൾ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡേറ്റൊക്കെ ഇങ്ങനെ മാറി വന്നു കേട്ടോ. പോകാൻ പറ്റാണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് 7-ാം തീയതി തന്നെ പോവാം, ഇവരെന്നൊക്കെ കൂട്ടിയിട്ടെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള 1-2 അമ്പലം കൂടി നമ്മൾ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വന്നിട്ടുള്ളത് പാറേമേക്കാവിലാണ് കേട്ടോ. തൃശ്ശൂരിലുള്ള കുറച്ച് അമ്പലങ്ങളാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ചധികം അമ്പലം ഇന്ന് തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് തൊട്ട് നിൽക്കുന്ന ഒരേ റൂട്ടിലൊക്കെ ഉള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാറേമേക്കാവിൽ വന്ന് നമ്മൾ തൊഴുത് പോകുന്നതിന് ശേഷം വടക്കുന്നാഥിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെയും കയറി പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ പോണത് കേരള പഴനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരമ്പലത്തിലേക്കാണ്. അപ്പോൾ അതും ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് പോകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. കാരണം എത്ര മണിക്കാണ് അവിടെ നട അടയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ടാണ് പോയത്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെയൊക്കെ പോകണം. പക്ഷേ 1-2 അമ്പലങ്ങളൊക്കെ കയറിയല്ലോ. അപ്പം ഇത് നട അടയ്ക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. ഭയങ്കര രസമായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ അവിടെ കയറി ചൊവ്വാഴ്ച തന്നെ അവിടെ പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ശരിക്കും പടി കയറി വരണം. അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നടന്നിട്ട് റെസ്റ്റ് ചെയ്യാം. അവര് അച്ഛമ്മമാരൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എളുപ്പം പണി നോക്കി ആ ഒരു വഴി കൂടെ കാറിലേക്ക് വന്നു. പടി കയറിയിട്ട് വരണം വരാൻ. അപ്പോൾ വേണ്ട അമ്മ. അപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മുരുകൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം വരാൻ പറ്റിയതിലും അഭിഷേകം ചെയ്ത പാലൊക്കെ കഴിക്കാൻ പറ്റിയ അവിടെ നിന്ന് അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും. പിന്നെ അവിടെ നിന്ന് ഇതാ ഒരു
പ്രാർത്ഥനയുടെ ബുക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് അമ്പലങ്ങളിലേക്ക് പോകാനുള്ളത് കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാരത് ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ഫേമസ് ആയിട്ടുള്ള ഭാരത് ഹോട്ടൽ. നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങൾ വടക്കുന്നാഥനിലേക്ക് പോകാനായിട്ട് മുന്നേയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാർ പാർക്കിങ് ചെയ്യാൻ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ തിരിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇനി മറ്റേ അമ്പലത്തേക്ക് എത്തുമ്പോഴേക്ക് നട അടയ്ക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ പോയി. പിന്നീടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇനി എന്നിട്ട് നമുക്കിവിടെ സീറ്റൊക്കെ കിട്ടി മസാല ദോശ വടയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നീട് നമ്മൾ പോയത് തൃശ്ശൂരിലെ ഏക വരാഹി ക്ഷേത്രമായ ആലുംതാഴം വരാഹി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചൊരു അമ്പലമാണ്. അപ്പം നമ്മൾ പോകുന്ന അമ്പലങ്ങളൊക്കെ ഏകദേശം അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടിയും കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ വന്നപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 മണിയാകുമ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ കുറച്ച് ലേറ്റായി. അവിടെയാണ് നമ്മൾ സമയം പോയത്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും 10:55 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ഊടുവഴിയിലൂടെ കണ്ട വരിക. വന്നു കഴിഞ്ഞിട്ട് നേരെ എത്തുന്നത് ഒരു പാടത്താണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പം അവിടെ വന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാരുണ്ടായിരുന്നു. അവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പറൊക്കെ എഴുതി കൊണ്ടൊക്കെ ഇനി വിളിച്ചിട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് ലച്ചുവിന് പായസമൊക്കെ കൊടുത്തു കേട്ടോ. ഏതായാലും റഹിയമ്മയുടെ പായസം നമുക്ക് കഴിക്കാൻ പറ്റി. പുറത്ത് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓട്ടത്തിന് വരും കേട്ടോ ആൾക്കാരെയും കൊണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയും. അപ്പോൾ പറഞ്ഞു ഒരു അടിപൊളി സ്ഥലമാണ്, കാണേണ്ട കാഴ്ചയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മനസ്സൊന്ന് ഇളക്കിയായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഏതായാലും ആ റൂട്ടിലാണല്ലോ പോണത്. സത്യം പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. കണ്ണ് തള്ളി പോയി കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പെരിങ്ങാട്ടുകരയിൽ പോയിട്ട് നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല. അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേഗം തന്നെ ഓടിച്ചാടി വന്നു. അവിടെ നടടയ്ക്കാറായിട്ടുണ്ട് 12 മണിക്ക്. അപ്പോഴേക്കും വന്നതാണ്. കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോരുകയാണ്. അപ്പോൾ കമ്മലിൻ്റെ ഒരു കടയൊക്കെ കണ്ടപ്പോൾ നാത്തൂന് കമ്മലൊക്കെ വാങ്ങണം, 30 രൂപയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് 2 കമ്മലൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കുബേരവിളക്ക് വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയതാണ്. അപ്പോൾ നാത്തൂന് ഒരു കുബേരവിളക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ 1-2 എന്താ പറയുക മോഡലൊക്കെ കാണിച്ച് തന്നു. വളരെ ചെറിയതും വലുതും ലക്ഷ്മി കുബേരവിളക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ 2 ചെരാത് വാങ്ങിച്ചു. നല്ല ഭംഗിയുള്ള നല്ല മോഡലായിട്ടുള്ള നല്ല ചെരാതുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതിന് 10 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ്. നമ്മൾ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ 2 എണ്ണം അവിടെ 20 രൂപയാണ്. അപ്പം ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വാർഷികമല്ലേ, അപ്പോൾ ചെറിയൊരു ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നാത്തൂനും ചേട്ടനും ചിക്കനൊന്നും കഴിക്കില്ല, അവർ വെജാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വെജിറ്റേറിയൻ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പൊറോട്ട ആയിരുന്നു കേട്ടോ. പൊറോട്ടയും സാമ്പാറുമാണ് അവർ കഴിച്ചത്. അപ്പോൾ ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. കറങ്ങി തിരിഞ്ഞതൊരു ചെന്ത് ഒരു ലോക്കൽ സ്ഥലത്തായിരുന്നു കേട്ടോ.
അപ്പോൾ ബിരിയാണിയൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് വിവാഹ വാർഷികമൊന്നും അങ്ങനെ ആഘോഷിക്കാത്ത ആൾക്കാരാണ്. അതായത് നമ്മളെ രീതിയിൽ നമ്മളെ ആൾക്കാർ മാത്രമായിട്ട്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമായിട്ട് കുറച്ച് ചെറിയ രീതിയിൽ ആണ് ആഘോഷിക്കാറുള്ളത്. പിന്നെ കേക്ക് പോലും വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ ഒരു വിവാഹ വാർഷികത്തിനാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് ഭയങ്കരമായിട്ട് മോശമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ വിവാഹ വാർഷികത്തിൻ്റെ സമയത്ത് പുറത്തേക്കൊന്നും പോയില്ലെങ്കിലും ഫുഡൊക്കെ അടിപൊളിയാണ് ഞങ്ങൾക്ക് കിട്ടാറുണ്ടാകുന്നത്. അതിൽ മാത്രം ഒരു നിരാശയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അച്ഛനും അമ്മയ്ക്കുള്ള പാഴ്സലൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിവാഹ വാർഷിക ദിനത്തിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.